എൻ്റെ മക്കളെ, കിടപ്പ് രോഗികൾ ഓർത്ത് പ്രാർത്ഥിക്കണേ. ഇപ്പോഴ് നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ട് പ്രത്യേകം ഓർക്കുക. മലമൂത്രങ്ങളെല്ലാം കിടപ്പിലായിപ്പോയ ആൾക്കാരില്ലേ? അപ്പം ചില ആൾക്കാർ വല്ലപാട് ഇയാളൊന്ന് ചത്താൽ മതി എന്ന് പോലും വീട്ടിലുള്ളവർ സ്നേഹമില്ലാത്തൊരു പറയണ ഒരു സമയമുണ്ട്. കിടപ്പ് രോഗം ഭയങ്കര സങ്കടകരമായ ഒരവസ്ഥയാണ്. അതിൻ്റെ മാനസികാവസ്ഥ അതിനേക്കാൾ ഭയങ്കരമാണ്. നമ്മൾ നിസ്സഹായരായി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് നമ്മൾ ജീവിക്കണമല്ല കർത്താവേ, എന്നെ അങ്ങോട്ട് എടുത്തുവെന്ന് പോലും ചിന്തിച്ചു പോകുന്ന നിസ്സഹായ അവസ്ഥകളില്ലേ? എത്ര കിടപ്പ് രോഗികളെയാണ് കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തുന്നത് ഓരോ ദിവസവും. അപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഈ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ, നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പോയി ഈ മൊബൈലും പിടിച്ചുകൊണ്ട് പോയി നിങ്ങൾ അപ്പൻ്റെയും അമ്മയുടെയും അമ്മമ്മയോ ആരാണ് കിടപ്പ് രോഗികൾ അവരുടെ ശരീരത്തിൽ നിങ്ങൾ കൈവെക്കണം. ഇപ്പോഴേ ഇത് കൃപാസനത്തിൽ നിന്ന് ആരാധന നടത്തുമ്പോൾ അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണ സ്വർഗീയ നിമിഷമാണെന്ന് ഓർത്ത് വേണം കൈവെക്കാൻ. അത് നിങ്ങൾ കുഞ്ഞുങ്ങളായാലും ശരി, രോഗികൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അവരെ സ്പർശിക്കണം. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ വിശ്വാസപ്രവണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അച്ഛൻ ഇവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. യേശുനാമത്തിൽ പ്രാർത്ഥിക്കണം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കിടപ്പ് രോഗികൾ കർത്താവേ, ഈശോ, മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത കുറേ രോഗികൾ, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. ഓ കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം, ഉയർത്തുന്നേറ്റ വലതുകരം, ആണിപ്രതാർന്ന അത്ഭുത കരത്തെ കർത്താവ് അടിപ്പിടുന്ന പോലെ കർത്താവേ, കിടപ്പ് രോഗികളുടെ മേലെ കർത്താവിന്റെ സത്യവും കണ്ട് അമ്മ പരിശുദ്ധ അമ്മ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിലെ മാരക രോഗങ്ങള് യേശു നാമത്തില് അത്ഭുതകരമായി മാറട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. ഇപ്പോൾ ചികിത്സയെ കഴിയുന്ന രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിദേശത്തും സ്വദേശത്തും ചികിത്സയിൽ കഴിയുന്ന കുറേ രോഗികളുണ്ട്. ഞാനിതെല്ലാം പറയാൻ കാരണം എന്താണെന്നറിയാവോ? കൃപാസനത്തിൻ്റെ ഓൺലൈൻ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഈ കണ്ണീരെല്ലാം കാണാൻ പറ്റും. എപ്പോഴും നിങ്ങൾ വിചാരിക്കരുത്, കൃപാസനത്തിലേക്ക് വിടുന്ന ഓരോ കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. തന്നെയല്ല, വണക്കമാസത്തിൻ്റെ സമയത്ത് ഇങ്ങനെ 5 ദിവസത്തിന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സമർപ്പിക്കുകയുണ്ട്. ചില പേര് വിളിച്ച് പറയത്തില്ല. കാര്യം 10,000, 2,000, 3,000 ഒക്കെയാണ് പ്രാർത്ഥനാ സഹായം വരണത്, അപേക്ഷ വരണത്. പക്ഷെ അതുകൊണ്ട് അവരെല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കും. കാര്യം 30 വർഷത്തെ പ്രേക്ഷിത ചൈതന്യവും മിഷൻ പ്രവർത്തനവും മധ്യസ്ഥ പ്രാർത്ഥനയും കോടികളുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആധ്യാത്മിക ആസ്തിയിലേക്കാണ് നിങ്ങൾ ആശ്രയിക്കണമെന്ന് ഓർക്കണം. അവിടെയാണ് അമ്മ പരിശുദ്ധമ പ്രത്യക്ഷപ്പെട്ട് ഈ ആരാധന നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണത്. നമുക്കിപ്പോഴ് രോഗികൾക്ക് വേണ്ടി, ഈ രാജ്യത്തുള്ളതും അന്യരാജ്യത്തുള്ള രോഗികളും നമ്മുടെ ബന്ധുക്കൾ, അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം. അവരെല്ലാം ഈ നിമിഷം കർത്താവ് തൊടുക. എൻ്റെ മക്കൾ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൊന്ന് മുട്ടേ നിൽക്കാവോ? ഇപ്പോഴും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഏത് കോണ്ടിനെൻ്റിലായാലും ശരി, ഏത് ഭൂഖണ്ഡങ്ങളിലാണെങ്കിലും ശരി, നിൻ്റെ ജീവിത പങ്കാളിയായും നിൻ്റെ ബന്ധുക്കളായാലും നിൻ്റെ ഈ നിമിഷം കർത്താവ് സ്പർശിക്കും. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എൻ്റെ സ്വദേശത്തും എൻ്റെ വീട്ടിലും അന്യ ദേശങ്ങളിലും രോഗികളായി അറിയാവുന്ന വ്യക്തികളെ എൻ്റെ പ്രാർത്ഥനയിലെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് മേൽ കർത്താവിന്റെ സത്യ കടന്നു ചെല്ലട്ടെ. മാരക രോഗങ്ങള്, മരുന്ന് കയറാത്ത അവസ്ഥകള്, മരുന്ന് ഭരിക്കാത്ത അവസ്ഥകള് യേശുവിന്റെ നാമത്തില് ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ.
നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ ഇന്നു പ്രാപിക്കാം, വിടുതൽ ഇന്നു പ്രാപിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഉടമ്പടി ധ്യാനം നടന്നില്ലേ? അപ്പോഴ് ഓൺലൈനായിട്ട് ആൾക്കാർ മധ്യസ്ഥ പ്രാർത്ഥന അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വൈകുന്നേരം മുറിയിൽ പോയിരുന്നുണ്ട്. ഓൺലൈനിലേക്ക് വന്ന മധ്യസ്ഥ പ്രാർത്ഥനയെല്ലാം നോക്കിയപ്പോൾ ഒരു പ്രാർത്ഥന കിടക്കുന്നത്, 30 വയസ്സായ എൻ്റെ മകൻ്റെ വിവാഹം താമസിച്ചു പോകുന്നു അമ്മേ, അവനൊരു ജീവിത പങ്കാളിയെ കൊടുക്കണമേ എന്നാണ് ആ അമ്മച്ചി പ്രാർത്ഥിച്ചത്. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം എന്താണെന്നറിയാവോ? 32, 33, 36 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങൾ വിവാഹ ജീവിത പങ്കാളിയെ കിട്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത്, അമ്മയുടെ വിഷയം തന്നെ ഇത്രയും വലിയ വേദനയാണെങ്കിൽ അവരുടെ വേദന അതിനേക്കാൾ എത്രയോ വലിയ വേദനയായിരിക്കും. പക്ഷേ എന്ത് വേദനയായാലും ഇത് കൃപാസനത്തിൽ നിന്ന് അനേകം മക്കൾ 50 വയസ്സുള്ളവർ വരെ കല്യാണം കഴിച്ച് സാക്ഷ്യമായി പറഞ്ഞ് നമ്മൾ കേട്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക, ആശ്രയിക്കുക, കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, 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 ജീവിത പങ്കാളി ലഭിക്കാത്ത പല കാരണങ്ങൾ കൊണ്ട് പണവും ആരോഗ്യവും സൗന്ദര്യവും സൗകര്യവും സാഹചര്യവും ഒത്തിണങ്ങാത്തത് കാരണം ജീവിത പങ്കാളിയെ കിട്ടാത്ത എല്ലാവരെയും ഈ ആരാധനയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അതിലേക്ക് സമർപ്പിക്കുന്നു. യേശുനാമത്തിലെ ജീവിത പങ്കാളികളെ ലഭിക്കുവാൻ ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരും നമ്മുടെ ഒപ്പമില്ലെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇപ്പം തന്നെ ജീവിതം കുത്തഴിഞ്ഞ പുസ്തകം പോലെ കാറ്റത്ത് പറന്നു പോയ പേജുകൾ പോലെ ആയില്ലേ? ഇതെങ്ങനെയാണ് രണ്ടാമതൊന്ന് സ്വരുക്കൂട്ടി എടുക്കണത്? എങ്ങനെയാണ് സ്വരുക്കൂട്ടി എടുത്തിട്ട് വീണ്ടും പഴയതുപോലെ അവസ്ഥ, ഇനി പഴയതുപോലെ അവസരമാകുമോ എന്ന് പോലും സംശയമുള്ളവരുണ്ടാകും. ഞാൻ കർത്താവിൻ്റെ കാര്യം ഓർക്കും, എപ്പോഴും പറയുക, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ എന്തെന്നാണ് പറയണത്? പുനരുദ്ധാനം എന്നാണ് പറയണത്. അതുകൊണ്ടാണ് പുനരുദ്ധാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോ എന്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ 3-ാം അധ്യായമില്ലേ, 3-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം, കർത്താവിൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാനിപ്പോൾ പറയണതാണ്. അതായത് 3-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുകയെ, ഡിസ്ട്രോയ് ദിസ് ടെമ്പിൾ, നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുക. എന്താ കാര്യം? 3 ദിവസത്തിനുള്ളിൽ ഞാനത് പുനരുദ്ധരിക്കുമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്നവൻ്റെയൊക്കെ ജീവിതം അങ്ങനെയാണ്. ഏത് കൊറോണ വന്ന് തകർന്നരിപ്പണമായി കുത്തഴിഞ്ഞ പുസ്തകം പോലെ പേജ് ആകാശത്തേക്ക് പോയാലും ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലെങ്കിലും, എൻ്റെ ദൈവമേ, നിൻ്റെ ദൈവം പുനരുദ്ധാനം ചെയ്തവനാണ്, പുനരുദ്ധരിച്ചവനാണ്. അവനെ തന്നെ പുനരുദ്ധരിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? നിന്നെയും എന്നെ പുനരുദ്ധരിക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, തകർന്ന കുടുംബങ്ങള്, തകർന്ന ജീവിതങ്ങള് യേശുവേ നിന്റെ നാമത്തിലെ ഇനി പുനരുദ്ധരിക്കത്തില്ലെന്ന് കർത്താവേ, നിരാശപ്പെട്ട് ജീവിക്കുന്നവരുടെ മേൽ ജീവിതം, ജോലി, വിവാഹം, കുഞ്ഞുങ്ങള്, ഭവന നിർമ്മാണങ്ങള്, എന്തെല്ലാം കാര്യങ്ങൾക്ക് മക്കള് മനസ്സ് അലച്ച് വിചാരിക്കുന്നുണ്ടോ? യേശുനാമത്തിലെ അവരുടെ ജീവിതങ്ങള് ഈ നിമിഷം ഈ ആരാധനയാൽ പുനരുദ്ധരിക്കപ്പെടട്ടെ. മാതാവിനും യേശുവിനും നന്ദി. ഞാൻ ഉടമ്പടി എടുത്തത് 30/12/2022 ഞാനിവിടെ ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് തന്നെ ഒക്ടോബർ മാസത്തിൽ 2022 ഒക്ടോബർ മാസത്തിൽ എനിക്ക് വളരെയധികം പിടലിയുടെ ഇവിടുന്ന് വേദനയും തലവേദനയും
ഛർദിലും ഉണ്ടായിരുന്നു. അതായത് നടുവേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ബാക്കിൽ നിന്നുള്ള വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. എൻ്റെ അമ്മ ഒരു ദിവസം ഒരു മെഡിസിൻ്റെ മരുന്നെടുത്ത് വന്നു കഴിഞ്ഞാൽ വോളിനിയോ അതോ DFOയുടെ ജെല്ലോ ഒരു ദിവസം ഒരു ട്യൂബ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഒറ്റ മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ഞാനത് ഉപയോഗിച്ച് തീർക്കുമായിരുന്നു. അത്രയും വേദന എനിക്ക് പെടലിയിൽ രാവിലെ എന്നില്ല രാത്രി എന്നില്ല ഉറക്കമൊന്നുമില്ല ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒക്ടോബർ മാസം രാത്രി ആയപ്പോഴേക്കും ഞാനിവിടെ യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് കൃപാസനത്തിൻ്റെ ഓരോ ഇത് കാണുമ്പോഴേക്കും ഞാൻ അവിടെ ലൈറ്റ് കാൻഡിൽ പ്രെയർ എടുത്തായിരുന്നു. ഓൺലൈനായിട്ട് ലൈറ്റ് കാൻഡിൽ പ്രെയറും ഓൺലൈനായിട്ട് ഉടമ്പടിയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവ് എനിക്ക് ഈ വേദന മാറ്റി തന്നെയാണെങ്കിൽ ഞാൻ എന്ത് വന്നാലും ഇവിടെ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒക്ടോബർ പകുതി ആയപ്പോഴേക്കും എനിക്ക് ഇവിടെ കഴുത്തിൻ്റെ ഉണ്ടായിരുന്നതും ബാക്കിലുണ്ടായിരുന്ന വേദന മാറിയിട്ട് ഛർദിലും തലവേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റൂലായിരുന്നു. ഉച്ചക്ക് തുടങ്ങിയ ഛർദിൽ പിറ്റേ ദിവസമായിട്ടും മാറാതെ ആയപ്പോഴേക്കും അമ്മയും എൻ്റെ ചേട്ടനും കൂടിയിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോഴേക്കും സാധാരണ ബ്ലഡിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷനാണ്, നമുക്ക് അഡ്മിറ്റ് ചെയ്യാം, ബ്ലഡിൽ കൗണ്ട് കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ബാക്കിൽ വേദന ആയതുകൊണ്ട് ഡിസ്കിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയിരിക്കും, അത് മാറിക്കോളും, അതിന് നമുക്ക് ഫിസിയോതെറാപ്പി എന്തെങ്കിലും ചെയ്യാം എന്ന് മാത്രമേ പറഞ്ഞിട്ട് അവർ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് 5 ദിവസം ആൻറ്റിബയോട്ടിക്കും 4 ദിവസവും ഫിസിയോതെറാപ്പിയും ചെയ്ത് ലാസ്റ്റ് ഡേ, അതായത് ഡിസ്ചാർജ് ചെയ്യണ ലാസ്റ്റ് ദിവസം ഫിസിയോതെറാപ്പി എടുത്തപ്പോഴേക്കും എനിക്ക് ഇങ്ങനെ കുത്തി നിൽക്കാൻ പറ്റണില്ല. അതായത് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഒന്നും എനിക്ക് കാണാൻ പറ്റണില്ല. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, കണ്ണിൻ്റെ കാഴ്ച എനിക്കില്ല, എനിക്ക് മുമ്പിലേക്കൊന്നും നോക്കാൻ പറ്റില്ല. അങ്ങനെ ഡോക്ടർ വന്ന് ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ അവരോടും പറഞ്ഞില്ല. വീട്ടിലേക്ക് ചെന്നപ്പോഴേക്കും എൻ്റെ ചേട്ടൻ എന്നോട് ചോദിക്കണ്ട്, എടി നിനക്ക് കണ്ണിന് എന്തെങ്കിലും തോന്നണ്ട, നിൻ്റെ കണ്ണെന്താ ഇങ്ങനെ ഇരിക്കണേന്ന്. അപ്പം എൻ്റെ ഈ ഇടത്ത് വശത്തെ കണ്ണ് ഈ ഒരു സൈഡിലേക്ക് മാറിയിരിക്കണമായിരുന്നു. അതായത് എനിക്ക് കണ്ണിൻ്റെ കാഴ്ച ഒന്നുമില്ല, അതായത് ഒരു കുഴപ്പമില്ലാണ്ടിരുന്ന് പോയേച്ച് ഞാൻ ഒരു 5 ദിവസം കൊണ്ട് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച മൊത്തം പോയിട്ടുണ്ടായിരുന്നു. എന്താ കാരണമെന്നൊന്നും എനിക്കറിയത്തില്ല. പിറ്റേ ദിവസമായപ്പോഴേക്കും എൻ്റെ അപ്പയും അമ്മയും കൂടി പിന്നെയും ഹോസ്പിറ്റലിൽ പോയി. അതായത് ഇത്ര വർഷം, അന്ന് 21 വർഷമായിട്ട് കണ്ണിനൊരു പ്രശ്നമോ കണ്ണിൻ്റെ കാഴ്ചക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നാത്ത ഞാൻ അന്ന് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങണത്, എൻ്റെ 2 കണ്ണിനും കാഴ്ച ഇല്ലാണ്ടാണ് ഞാൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ സീരിയസ് ആയിട്ട് എടുത്ത് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിൻ്റെ നരമ്പിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, നമുക്കത് നോക്കണം, സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞ് എന്നെ അഡ്മിറ്റ് ചെയ്ത് അതായത് 5 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഒരു ദിവസം ഡിസ്ചാർജ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽ ബെഡിൽ പോയിട്ട് വീൽ ചെയറിൽ കയറി ഒരു എക്സ്റേ എടുക്കാൻ പോലും പോകാൻ പറ്റാത്ത അത്ര വേദനയിലാണ് ഞാൻ നിന്നേച്ചത്. ഒന്ന് നടക്കാനോ എണീക്കാനോ നിൽക്കാനോ പോലും പറ്റൂല. അതിൻ്റെ കൂടെ എനിക്ക് 2 കണ്ണിലും കാഴ്ചയില്ല. എൻ്റെ കൂടെ നടക്കാനായിട്ട് എൻ്റെ അപ്പനോ എൻ്റെ അമ്മയോ ആരെങ്കിലും വേണം ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട്, അല്ലാണ്ട് എനിക്കൊന്നിനും പറ്റൂലായിരുന്നു. അങ്ങനെയാണ് MRI എടുത്തപ്പോഴേക്കും ആദ്യം ഡോക്ടർ പറഞ്ഞു മെലിഞ്ചൈറ്റിസ് ആയിരിക്കും, അതുകൊണ്ടിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അതായിരിക്കില്ല, നമുക്കൊന്ന് ബോൺ മാരോന്ന് അവിടുന്ന് പ്രഷർ എടുത്ത് നോക്കാം, ബോഡിയിലെ പ്രഷർ നമുക്ക് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ബോഡിയിലെ പ്രഷർ നോക്കിയപ്പോൾ ഭയങ്കര കൂടുതലായിരുന്നു. പക്ഷേ ഈ നോക്കണതൊക്കെ എല്ലാം ഏകദേശം ഒരു 2 ആഴ്ച, ആ 2 ആഴ്ചയും ഞാൻ അവിടെ അനുഭവിച്ച വേദന എന്താണെന്ന് എനിക്കേ അറിയത്തുള്ളൂ. അതായത് ഒന്ന് നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ ഒന്നിനും പറ്റൂലായിരുന്നു. ആ നടുവൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളഞ്ഞു പോണ പോലെ ഞാൻ അവിടെ നിൽക്കണത്. ഓരോ പ്രാവശ്യം ഓരോ വേദന ഉണ്ടാവുമ്പോഴും ഞാൻ അവിടെ ചൊല്ലണത് ആകെ വിശ്വാസപ്രമാണം ചൊല്ലും. അത് ചൊന്ന് കഴിയുമ്പോൾ എനിക്കൊരു ആശ്വാസം, എവിടെ നിന്നില്ല, എനിക്കൊരു ആശ്വാസം വിശ്വാസപ്രമാണം ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് ഡോക്ടർ പ്രഷർ നോക്കിയപ്പോൾ പ്രഷർ ഭയങ്കര കൂടുതലാണ്. ഒരു പ്രാവശ്യം കൂടി MRI എടുക്കണമെന്ന് പറഞ്ഞിട്ട് MRI എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ തലയിൽ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പ്രഷർ ഉള്ളത് കണ്ണിൽ കൂടിയുള്ള വെയിലൊന്നും ബ്ലഡ് പോകാൻ പറ്റാത്തത്, അത് ബ്ലോക്ക് ഉണ്ട്, അതുകൊണ്ടാണ് കണ്ണിൻ്റെ കാഴ്ച പോയെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടൈമിൽ എൻ്റെ ആൻറ്റി ഇവിടെ ഉടമ്പടി എടുത്തേച്ച് ആൻറ്റി എന്നോട് വന്നിട്ട് പറയുമായിരുന്നു, എടി നീ പേടിക്കണ്ട, മാതാവുണ്ട്,
മാതാവ് കൂടെ ഉണ്ട്, മാതാവ് എല്ലാം നിനക്ക് മാറ്റിത്തരും, അവിടെ ഒരു കുഴപ്പവും നിനക്ക് വരുത്തൂല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കേണ്ട ഇനി ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കൊന്നും ചെയ്യാൻ ഇനി പറ്റൂലാലോ എന്ന് ഞാൻ വിചാരിക്കേണ്ട. എന്നാലും എവിടെ നിന്നൊക്കെ ഒരു വിശ്വാസമാണ്. അപ്പം മുതൽ ആൻറ്റി പറയും, നീ പ്രാർത്ഥിക്ക്, സഞ്ചാരി മാതാവേ വാ, സഞ്ചാരി മാതാവേ വാ എന്ന് നീ പറഞ്ഞ് പ്രാർത്ഥിക്ക്, മാതാവ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്ത് ഓരോ ബ്ലഡ് ടെസ്റ്റിന് പോകുമ്പോഴും ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ഓരോന്നിന് പോകുമ്പോഴും വിശ്വാസ പ്രമാണവും സഞ്ചാരി മാതാവേ വരണേ എന്നുള്ള പ്രാർത്ഥനയും ചൊല്ലി പോകുമ്പോൾ എനിക്ക് എവിടെ നിന്നില്ലാത്തൊരു ശക്തി, ഒരു വേദനക്ക് ഒരു ഇത്തിരിയെങ്കിലും ഒരു ഇത്തിരി കുറവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ ആദ്യം കാണിച്ച ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ് ഇവിടെ ഇവിടെ ചെയ്യാൻ പറ്റൂല, തലയിൽ സ്റ്റെൻഡ് ഇടണമായിരുന്നു, ബ്ലോക്ക് മാറാൻ വേണ്ടിയിട്ട്, കറക്റ്റായിട്ട് ബ്ലഡ് ഫ്ലോ പോകാൻ വേണ്ടിയിട്ട് ഇടണമായിരുന്നു, ഇവിടെ കാണിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ആ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന ടൈമിൽ എനിക്ക് ഡിസംബർ 7-ാം തീയതി ആയിരുന്നു, ഡിസംബർ 7-ഓ 6-ഓ ആയിരുന്നു എനിക്ക് ഓപ്പറേഷൻ ഡേറ്റ് പറഞ്ഞത്. അതായത് ഡോക്ടർ വന്നിട്ട് അപ്പോൾ 5-ാം തീയതി ആയപ്പോഴേക്കും എൻ്റെ ആൻറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് എനിക്ക് ഈ കാശ് രൂപം കയ്യിൽ തന്നിട്ട് എണ്ണ തലയിൽ പുരട്ടി, വിശ്വാസ പ്രമാണം ചൊല്ലി എണ്ണ പുരട്ടിയിട്ട് ആൻറ്റി പറഞ്ഞ്, നീ നോക്കിക്കോ, ഒരു കുഴപ്പമില്ലാണ്ട് നീ നാളെ ഇറങ്ങും, നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, നിനക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല എന്നും പറഞ്ഞ് ആൻറ്റി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നിട്ട് നമുക്ക് MRIയുടെ ഇത് കാണിച്ചു തന്നു, ഇതുപോലെ ഇവിടെയാണ് പ്രശ്നം, ഇന്ന സ്ഥലത്താണ് ഇതാണ് പ്രശ്നം, നാളെ ഇതേപോലത്തെ പ്രൊസീജിയറാണ്, നാളെ സ്റ്റെൻഡ് ഇടും, അത് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബോഡി അത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും, തലക്ക് നല്ല വേദന ഉണ്ടാവും, അത് അങ്ങോട്ട് മാറിക്കോളും, കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും എന്ന് പറഞ്ഞു. ഞാൻ എല്ലാത്തിലും ഓക്കെ ആയിരുന്നു, കാരണം എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവ് വരും, എനിക്ക് എവിടെ നിന്നില്ലാതെ ആ ഒരു മാതാവ് വരും, സഞ്ചാരി മാതാവ് വരുമോ എന്നുള്ളൊരു വിശ്വാസം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ എനിക്ക് അത്ര നാളില്ലാന്നൊരു വാക്കായിരുന്നു സഞ്ചാരി മാതാവ് വരും, സഞ്ചാരി മാതാവ് വരും എന്നുള്ളത്. അങ്ങനെ ആൻറ്റി എണ്ണയും കാശ് രൂപം കയ്യിൽ തന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പോയി. അത് കഴിഞ്ഞ് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ കഴിയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അത്രയും ദിവസം വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയ ടൈമിൽ എനിക്ക് അപ്പോൾ അത്രയും ഛർദിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഛർദിലായിരുന്നു. ഛർദിൽ എന്ന് വെച്ചാൽ നിർത്താൻ പറ്റില്ല. അതായത് പിറ്റേ ദിവസം ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെ കൊണ്ടുപോകാൻ നേരത്ത് പോലും എൻ്റെ അപ്പൻ മറ്റേ ഛർദിൽ ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് പോലത്തെ സാധനം കയ്യിൽ പിടിച്ചിട്ടാണ് വന്നത്. എനിക്ക് ഒട്ടും പറ്റില്ല. ഛർദിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കഴിച്ചിട്ടിരിക്കുന്ന ഒരു അരിയാണെങ്കിൽ പോലും ഒരിത്തിരി വെള്ളമാണെങ്കിൽ പോലും അത് നമ്മിങ്ങനെ ഛർദിച്ച് ഉള്ളിൽ നിന്ന് വന്നതാണ്. അത് നമ്മളിങ്ങനെ അനുഭവിക്കണവർക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും. നമുക്ക് അങ്ങനെ നിന്ന് പോവും. അങ്ങനെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി. ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആകും എന്നും പറഞ്ഞിട്ട് അനസ്തേഷ്യ ഡോക്ടർ വന്ന് അനസ്തേഷ്യ ചെയ്യണം കേട്ടോ എന്ന് പറയണതിന് മുമ്പ് ഞാൻ ജസ്റ്റ് മാതാവേ വരണേ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അനസ്തേഷ്യ ഡോക്ടർ 1 2 3 എന്ന് പറഞ്ഞ എണ്ണത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ എനിക്ക് ഓർമ്മ വന്നത് ഡോക്ടർ വന്നിട്ട് നമ്മുടെ കവളിൽ തട്ടിയിട്ട് ഇപ്പോൾ എല്ലാം ഓക്കെ ആണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കേണ്ട എല്ലാം ഓക്കെ ആണെന്ന് പറയുമ്പോഴേക്കും ഓക്കെ ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ, അതുകൊണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഡോക്ടർ പറയണത് എല്ലാം ഓക്കെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്ക് കുറച്ച് നേരം ഒബ്സർവേഷനിലേക്ക് മാറ്റും ഇത് കഴിഞ്ഞേക്കണ കൊണ്ടിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് തല ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കങ്ങനെ വേദന ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു തലേ ദിവസം ഡോക്ടർ വന്ന് പറഞ്ഞല്ലോ എനിക്ക് വേദന ഉണ്ടാകും, കുറച്ച് ടൈം എടുക്കും, ഇതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ തല ഇങ്ങനെ കുലുക്കി നോക്കുമ്പോഴും എനിക്ക് അവിടെ വേദന ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അപ്പോഴും എനിക്കൊരു ഐഡിയ ഇല്ല. റൂം തുറക്കുമ്പോൾ അപ്പനും അമ്മയും ചിരിച്ചുകൊണ്ടിരിക്കണേ. അപ്പം എനിക്ക് അവരോട് ചോദിച്ചു എന്തേ എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, എടി നിനക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ടി വന്നില്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോൾ തന്നെ ഡോക്ടർ നോക്കിയപ്പോൾ തന്നെ നിൻ്റെ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു സാധനം നിനക്ക് അവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കണം എൻ്റെ മാതാവായിരിക്കും എന്നല്ല, എൻ്റെ മാതാവാണ്, എൻ്റെ സഞ്ചാരി മാതാവാണ് എനിക്ക് അവിടെ വന്ന് ഇടപെട്ടതെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ ഈ വേദന എല്ലാം തുടങ്ങുമ്പോഴേക്കും ഞാൻ പറഞ്ഞേച്ചു, ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോഴേക്കും ഞാൻ പറഞ്ഞേച്ചു എൻ്റെ മാതാവ് എനിക്കൊരു കുഴപ്പമില്ലാണ്ട്. അപ്പോഴും എൻ്റെ കണ്ണിന് കാഴ്ചയില്ല, കണ്ണിന് കാഴ്ച കുറച്ച് കുറവാണ്, പക്ഷെ എനിക്ക് തലയിൽ ബ്ലോക്കില്ല.
അപ്പോഴേക്ക് ഞാൻ പറഞ്ഞേച്ച് ഞാനൊന്ന് ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് എനിക്ക് വേദന ഒന്ന് മാറി ഞാൻ ഓക്കെ ആയിട്ട് നിൽക്കണമെങ്കിൽ മാതാവ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം, ഉടമ്പടി നേരിട്ട് വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി പറയുമെന്ന് പറഞ്ഞേച്ച്. അങ്ങനെ എന്നെ ഒരു 10-ാം തീയതി 11-ാം തീയതി ആയപ്പോഴേക്കും എന്നെ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആവും, കണ്ണിൻ്റെ കാഴ്ച പതിയെ ആണെങ്കിലും കിട്ടും എന്നും പറഞ്ഞിട്ട് എന്നെ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത്. അങ്ങനെ ഇവിടെ ഞാൻ 2022 ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു, എൻ്റെ ആദ്യത്തെ ഉടമ്പടി. ആ ഉടമ്പടി കഴിഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞൂടാ വിത്തിൻ 1 മന്തോ അല്ലെങ്കിൽ 1.5 മന്തിനുള്ളിൽ ഇപ്പം ഞാനിവിടെ നിൽക്കണത് എനിക്ക് കണ്ണിന് ഫുൾ കാഴ്ചയുണ്ട്. പക്ഷെ ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ 2 കണ്ണിൽ എൻ്റെ അപ്പനെയോ എൻ്റെ അമ്മയോ എൻ്റെ ചേട്ടനെയോ എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു. ഫുൾ ബ്ലാങ്ക് ആയിരുന്നു എൻ്റെ കണ്ണിൻ്റെ കാഴ്ച. അങ്ങനെ ഒരു ഉടമ്പടി എടുത്ത് ഈ കാശ് രൂപമായിട്ട് ഓരോ റീവിസിറ്റ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോഴും എനിക്ക് കണ്ണിൻ്റെ കാഴ്ച കൂടി വന്നിട്ടിരിക്കണേ. എനിക്ക് മാതാവ് തന്ന അനുഗ്രഹമാണ് 100% ഞാനത് വിശ്വസിക്കുന്നത്. അതല്ലാണ്ട് എനിക്കിങ്ങനെ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഞാനിങ്ങനെ ബൈബിൾ തുറന്ന് വായിക്കുമ്പോഴേക്കും മാതാവ് എനിക്ക് ആദ്യമായിട്ട് തന്നൊരു ഇതായിരുന്നു, നിൻ്റെ കേൾവിയും കാഴ്ചയും ഞാൻ നിനക്ക് തിരിച്ചു തരും, നീ മനുഷ്യൻ്റെ മുൻപിൽ സാക്ഷിയായിരിക്കുകയെന്ന്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മാതാവിൻ്റെ മുമ്പിൽ സാക്ഷിയായിട്ട് പറഞ്ഞു എനിക്ക് കിട്ടിയേക്കണ എല്ലാ അനുഗ്രഹവും ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ വരെ എൻ്റെ കൂടെ എപ്പോഴും മാതാവ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാതാവിനും യേശുവിനും നന്ദി. കാരുണ്യപ്രവൃത്തിയായിട്ട് നമുക്കിവിടെ പത്രം കിട്ടുമ്പോഴേക്കും ഞാൻ 3-4 കെട്ട് പത്രമായിട്ട് ചെല്ലും. പക്ഷേ ഞാനിങ്ങനെ കൊടുക്കുമ്പോൾ ഒരാൾ വേണ്ടാന്ന് പറയണമെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആൾ അവർക്ക് വേണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾക്ക് തന്നു, ഞങ്ങൾ മേടിച്ചോളാം, കൃപാസനം പത്രമല്ലേ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ഓരോരുത്തരും. അതിപ്പോൾ എവിടെ പോയാലും, അത് പബ്ലിക് പ്ലേസിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും ഒരു പള്ളിയുടെ സ്ഥലത്താണെങ്കിലും ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും അതിവിടെ അവർ മേടിച്ചിട്ടുണ്ടാവും. ഞാനൊരു പത്രം എല്ലായിടത്തും കൊണ്ടുപോകും. പിന്നെ പച്ചണ സമയത്തല്ല, എന്നെക്കൊണ്ട് പച്ചണ പോലെ തന്നെ അനാഥാലയങ്ങളും പാവപ്പെട്ട പിള്ളേർക്കും ഒക്കെ എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റാവുന്നതിൽ കൂടുതൽ ഞാൻ അവർക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുമ്പസാരം മാസത്തിൽ 1 വട്ടമെങ്കിലും കുമ്പസാരിക്കാറുണ്ട്. ഞായറാഴ്ചത്തെ കുർബാനയിൽ മുടങ്ങാതെ ചെല്ലാറുണ്ട്. യേശുവിനും മാതാവിനും ഈ അനുഗ്രഹം തന്നതിനും എൻ്റെയും എൻ്റെ അപ്പനെയും അമ്മേനും എൻ്റെ കുടുംബത്തിനെയും മാതാവ് ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ച് സ്നേഹിക്കണതിനും നന്ദി. മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ വഴി ഈശോ എൻ്റെ കുടുംബത്തിനും എൻ്റെ പൈതലിനും തന്ന അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുന്നതിനാണ് ഞാനിന്ന് ഈ ആൾത്താരയിലായിരിക്കുന്നത്. ഇതെൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ് ഈ ആൾത്താരയിൽ വെച്ച്. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കട്ടെ. ഞാൻ റീന ബാബു, നിലമ്പൂരിൽ നിന്ന് വരുന്നു. 2022 ഒക്ടോബർ 26-ാം തീയതിയാണ് ഞാനിവിടെ തീർത്ഥാടന ഉടമ്പടിക്കായി കടന്നു വരുന്നത്. അത് ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ബിടെക് പഠിക്കുന്ന എൻ്റെ മകന് ഹോസ്റ്റൽ ഫുഡിൽ നിന്നുണ്ടായ ചില അലർജി മൂലം അവന് വയറിന് നിരന്തരമായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ കാരണം അറ്റൻഡൻസ് തികയ്ക്കുവാൻ കഴിയാതെ അവൻ്റെ പഠനം ഉപേക്ഷിച്ച് തിരികെ പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഏറെ വിഷമത്തോടുകൂടി ഇരിക്കുന്ന സാഹചര്യത്തിലാണ് യൂട്യൂബിലൂടെ കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നതും ഇവിടെ ഇപ്രകാരം ഒരു തീർത്ഥാടന ഉടമ്പടി ഉണ്ടെന്ന് അറിയുന്നതും. അതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്തപ്പോൾ സാക്ഷ്യങ്ങൾ നിരന്തരമായി എനിക്ക് ലഭിക്കുകയുണ്ടായി. അതിൽ ഉൾക്കൊണ്ട ഊർജത്തോടെയാണ് ഞാനിവിടെ കടന്നു വരുന്നതും എൻ്റെ മകൻ്റെ വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് ഉടമ്പടി എടുക്കുന്നതും. ആ ഉടമ്പടിയെ തുടർന്ന് ഇവിടെ നിന്ന് ലഭിച്ച ഉപ്പ്, തൈലം, നേർച്ച വസ്തുക്കളായ തേന്, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് മെഡിസിനെ കഴിഞ്ഞ് ഉപരിയായിട്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പഠനം തടസ്സം കൂടാതെ മുൻപോട്ട് കൊണ്ടുപോകാൻ അവനെ സഹായിച്ചത്. അവന് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. പരീക്ഷ എടുക്കുന്ന സമയങ്ങളൊക്കെ അവന് അറ്റൻഡൻസ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുന്നുവെങ്കിലും ഏറെ ബുദ്ധിമുട്ടാതെ അവൻ്റെ പഠനം നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാൻ അമ്മ മാതാവിനോടുള്ള പ്രാർത്ഥനയും കർത്താവിനോട് കൂടുതൽ അടുക്കുവാനുള്ള സാഹചര്യവും അതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു. നിരന്തരമായി പ്രാർത്ഥനയാൽ സകല പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ളൊരു ശക്തി എനിക്കും അവനും ലഭിച്ചു. അവന് ഞാൻ രാവിലത്തെ പ്രാർത്ഥന സാക്ഷ്യങ്ങൾ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. അവന് പ്രയാസം കൂടുന്ന സമയത്ത് അതൊക്കെ കണ്ടും കേട്ടും
അവനെ മാനസികമായി ബലപ്പെടുകയും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ദൈവത്തിൽ കൂടുതൽ ആശ്രയം വയ്ക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പഠനം നിർത്തിപ്പോരേണ്ട സാഹചര്യത്തിൽ വന്ന പൈതൽ ബിടെക് പൂർത്തീകരിക്കുവാൻ നല്ല ഒരു മാതൃകയോടുകൂടി 2019-23 കാലഘട്ടത്തിൽ ഒരു സപ്ലി പോലും കൂടാതെ അവൻ്റെ ബിടെക് പൂർത്തീകരിക്കുവാനായിട്ട് അമ്മമാതാവും ഈശോയും അവനെ സഹായിച്ചു. അത് അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാസ്പദമായിട്ട് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന വചനം എന്ന് പറയുന്നത് ഫിലിപ്പിയർ 4:13 നിന്നെ ശക്തനാക്കുന്നവൻ മൂലം സകലത്തിനും മതിയായവനാകുന്നു. കർത്താവിൻ്റെ കരുണകൾക്ക് ഏറെ നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനാണ് വീണ്ടും ബിടെക് പഠനം കഴിഞ്ഞു ഒരു ജോലിക്കായി ആഗ്രഹിച്ചു. പ്ലേസ്മെൻറ്റിലൂടെ അവനൊരു ജോലി ലഭിച്ചിരുന്നു. എന്നാൽ അതിനെ കഴിഞ്ഞും കുറച്ചുകൂടെ മെച്ചമായ രീതിയിൽ ടെസ്റ്റ് എഴുതി ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ഉടമ്പടി കാശുരൂപവും തൈലും തേനും ഇതൊക്കെ കൈവശം വെച്ചുകൊണ്ട് ഒരു ആയുധമായിട്ട് അവൻ കൈവശം വെച്ചുകൊണ്ടാണ് അവൻ്റെ ഇൻ്റർവ്യൂ ടെസ്റ്റൊക്കെ അവൻ അറ്റൻഡ് ചെയ്തത്. അവിടെ ഏറ്റവും ഭംഗിയായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ പൂർത്തീകരിക്കുവാനും ഓഫർ ലഭിക്കുവാനും നല്ലൊരു MNCയിൽ അവന് ജോലിയിൽ പ്രവേശിക്കുവാനും സാധിച്ചു. പിന്നീട് ഒരു വർഷക്കാലം ജോലിയിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു അവൻ്റെ ജോലി ഇടങ്ങളൊക്കെ. അപ്പോൾ എനിക്കത് മാനസികമായി വളരെ വിഷമം ഉണ്ടാക്കിയിരുന്നു. നമ്മൾ നിത്യതയെ നമ്മൾ കാംക്ഷിച്ച് ജീവിക്കുമ്പോൾ അതിലുപരിയായി നമ്മുടെ തലമുറയെ കൂടി അത്തരത്തിലൊരു അനുഭവത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഓരോ മാതാപിതാക്കളുടെയും വിശ്വാസ ജീവിതം പൂർത്തിയാകുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിൽ വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, ദൈവസ്നേഹമുണ്ട്, നിത്യതയെക്കുറിച്ചുള്ള വാഞ്ചയുണ്ട്. എന്നാൽ അത് എൻ്റെ മക്കളിലേക്കും കൂടി പകർന്നു കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അവനൊരു ട്രാൻസ്ഫറിന് വേണ്ടി ഞാൻ അവൻ്റെ അനുമതിയില്ലാതെ തന്നെയാണ് ഇവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ചത്. അവനെന്നോട് പറഞ്ഞു, അമ്മേ അതൊക്കെ താമസം എടുക്കും, 3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ട്രാൻസ്ഫറൊക്കെ ലഭിക്കുകയുള്ളൂ. എന്നാൽ അമ്മമാതാവിൻ്റെ ഇടപെടലും ഈശോയുടെ കരുണയും അവന് ദൈവ വഴിയിൽ നിലനിൽക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് കൊണ്ടായിരിക്കാം 1 വർഷം പൂർത്തിയാക്കിയതോടുകൂടി അവന് ഇവിടേക്ക് കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കുവാനും അതിലൂടെ മുടക്കം കൂടാതെ വിശുദ്ധ കുർബാന ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനും ആരാധനയിലൊക്കെയും പങ്കുകൊള്ളുവാനും ഇടയാക്കി. ഞങ്ങളുടെ വിശ്വാസ ജീവിതം ഏറെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ, ഞങ്ങൾക്ക് മറ്റുള്ളവരിൽ ദൈവിക സാന്നിധ്യം കാണുവാനൊക്കെ ഈ ഉടമ്പടിയിലൂടെ സാധിച്ചു. അതുതന്നെയാണ് ഈ ഉടമ്പടിയുടെ വിജയമെന്ന് ഞാൻ പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തെ ദൈവ സാന്നിധ്യത്തിൽ ജീവിതാവസാനം വരെയും ഇവിടെ പുതുക്കുന്നിടം വരെ അല്ല, ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ ഉടമ്പടിയിൽ ദൈവവുമായിട്ട് മാതാവിൻ്റെ കൂട്ടിൽ ഈ ഉടമ്പടിയിൽ നിലകൊള്ളുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ തലമുറകൾ ദൈവമുള്ളവരായി തീരണം, ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായി തീരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിത്യജീവനിലേക്കുള്ള പുതുവഴികളാണ് ഞങ്ങൾക്ക് ഈ ഉടമ്പടി തുറന്നു തന്നത്. വിശ്വാസവും പ്രാർത്ഥനയും പ്രത്യാശയിലും ഒക്കെ പൂർണ്ണമായി നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ആശുപത്രി സന്ദർശനം, അവിടെ രോഗികളുമായിട്ട് സമയം ചെലവഴിക്കുക, അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, സാമ്പത്തിക സഹായം നൽകുക, വയോജന മന്ദിരങ്ങൾ സന്ദർശിക്കുക, അവിടെയുള്ള വ്യക്തികളുമായി സംസാരം, അവർക്ക് സമയം, നമ്മുടെ സമയത്തെ അവർക്ക് വേണ്ടി വേർതിരിക്കുന്ന അനുഭവം ഉണ്ടാക്കുക, മാനസികമായിട്ട് തളർന്നിരിക്കുന്ന അഭയഭവൻ പോലുള്ള ഇടങ്ങളിലെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന ഭക്ഷണ ക്രമീകരണത്തിനായിട്ടുള്ള, അവർക്ക് വേണ്ടുന്ന വസ്ത്ര ക്രമീകരണത്തിനായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകുവാൻ, കൂടുതലായി കാരുണ്യ പ്രവർത്തികളിൽ ഏർപ്പെടുവാനുള്ള ഒരു സാഹചര്യം ഇതിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുകയും അത് ദൈവത്തിലേക്കും
കർത്താവ് പറയുന്ന പോലെ ഈ ചെറിയവരിൽ ഒരുത്തിന് ചെയ്യുന്നതൊക്കെയും എനിക്കാവുന്നു ചെയ്യുന്നതെന്നുള്ള ഒരു ബോധ്യത്തോടെ പ്രാർത്ഥനയിൽ മാത്രമല്ല, ഉടയാത്ത വിശ്വാസമല്ല, മറ്റുള്ളവരിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാനും അവൻ്റെ വേദനകൾ കണ്ടെത്തി അവനോട് ചേർന്ന് നിൽക്കുവാനുമുള്ളൊരു അനുഭവം ഈ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് സാധ്യമായി തീർന്നു. അതിനായി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി സമർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു. എൻ്റെ അമ്മയുടെ വിശ്വാസം കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നതും അമ്മയാണ് എനിക്ക് പ്രാർത്ഥനകൾ അയച്ചു തരുന്നതും വീട്ടിലെ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ കൂടെ നിർത്തുന്നതും എല്ലാം ചെയ്യും. എനിക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വന്നപ്പോൾ എന്നോട് അമ്മ തൈലം തൂക്കാനും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കാനുമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിൽ നിന്ന് എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴൊക്കെ ഞാനത് ഉപയോഗിക്കുകയും എനിക്കതിൽ നിന്നൊരു വിടുതൽ ലഭിക്കുകയും എൻ്റെ പരീക്ഷകളും മറ്റ് കാര്യങ്ങളിലൊക്കെ എനിക്ക് അത് അറ്റൻഡ് ചെയ്യുവാനും ഭംഗിയായി എഴുതുവാനും എൻ്റെ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിത്തരികയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇൻ്റർവ്യൂ ലഭിക്കാനും എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ പ്രാർത്ഥന എന്നെ ഇടയാക്കി. അതിൽ ഞാൻ അമ്മയോടും ദൈവത്തോടും നന്ദി പറയുന്നു.